എൻ്റെ ഒരു എന്താ പറയുന്ന കാഴ്ചപ്പാടിൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്ര നല്ല കാര്യങ്ങളല്ല നമുക്ക് ആശിക്കാനായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനേക്കാളും ഉപരി ഇതൊരു 10 വർഷത്തിന് ശേഷം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ കൊള്ള നടത്തിയവന്മാരെ, അമ്പലക്കൊള്ള നടത്തിയവന്മാരെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ പോറ്റി ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിമാൻഡ് ചെയ്തു. ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങ് ഒരു പോലീസ് ഓഫീസറായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ നേരെ നിരവധി അറസ്റ്റുകൾ ഇരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രൊസീജിയർ രീതി ഉണ്ടല്ലോ. നമ്മൾക്ക് ഒരു കാര്യം പല വിധത്തിൽ ചെയ്യാം, പല വിധത്തിൽ. ഇപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് പറയല്ല, ബട്ട് ഐ സീരിയസ്ലി ഡൗട്ട് ദ ഓണസ്റ്റ് ഇൻറ്റൻഷൻ ഓഫ് ദ SIT ആൻഡ് ദർ endeavor, the sincere endeavor to get the perpetrators prosecuted. അതിലെനിക്കൊരു ബലമായ സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം, എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അല്ല, അത് അങ്ങ് ഈ ഒരു SIT അപമാനിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തി കാണിക്കുന്നതിൽ അങ്ങ് എന്ത് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളിലേക്ക് വരണം, അല്ലാതെ ചുമ്മാ ഒരു കണ്ണുമടച്ച് എതിർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ്. ഞാൻ അങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല. ഈ ഉദാഹരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ആ സീക്വൻസ് അനുസരിച്ച് നോക്കിയാൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു മുരാരി ബാബുവിനെ. അറസ്റ്റ് ചെയ്തെന്ന് ഇത് കൊടുത്താൽ, സ്ക്രോൾ കൊടുത്താൽ, മീഡിയയ്ക്ക് കൊടുത്താൽ 24 മണിക്കൂറിനകത്ത് നമ്മുടെ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ നിയമം പ്രകാരം അതായത് അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്.